بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي أمامة الباهلي رضي الله عنه قلت يا رسول الله مرني بعمل قال عليك بالصوم فإنه لا عدل له. قلت يا رسول الله مرني بعمل قال عليك بالصوم فإنه لا عدل له. പ്രസിദ്ധ സഹാബിവര്യനായ അബു ഉമാമ അൽ ബാഹിലി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും നല്ലൊരു കർമ്മം എനിക്ക് ഉപദേശിച്ചു തരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പ് വളരെ നന്നായി അനുഷ്ഠിക്കുക, അതിന് തുല്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. വീണ്ടും ഞാൻ നബിയോട് അതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക ബിസ്സൗം, നീ നോമ്പ് നന്നായി അനുഷ്ഠിക്കുക എന്നാണ്. ഇത് പറയാനുണ്ടായ ഒരു സന്ദർഭം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിനായി ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ നിയോഗിച്ചു. തദവസരത്തിൽ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഈ യുദ്ധത്തിൽ ഷഹാദത്ത് വരിക്കാൻ പ്രാർത്ഥിച്ചാലും, അതായത് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ഇവരെ സംരക്ഷിക്കുകയും ഇവർക്ക് നല്ല ഗനീമത്ത്, അതായത് യുദ്ധത്തിലൂടെ കൈവരുന്ന സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ യുദ്ധം ചെയ്തു, അതിൽ വിജയം വരിച്ചു, ധാരാളം യുദ്ധമുതലുകളൊക്കെ സമ്പാദിച്ചു. പിന്നീട് ഇതേപോലെ മറ്റു യുദ്ധത്തിലും ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. തദവസരത്തിൽ ഞാൻ നബിയോട് ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പോലെ തന്നെ പ്രാർത്ഥിച്ചു. വീണ്ടും മൂന്നാമതൊരു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴും ഇതേ ആവശ്യം ഞാൻ ഉന്നയിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും നന്നായി ഉപകരിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരിക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹു, നീ നോമ്പ് ശരിക്കും അനുഷ്ഠിക്കുക, അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുകയാണ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പകൽ സമയത്ത് അടുക്കളയിൽ നിന്ന് പുക ഉയരുമായിരുന്നില്ല. അതായത് അദ്ദേഹം നോമ്പിൽ വളരെയധികം നിഷ്കർഷ പുലർത്തിയിരുന്നു എന്നർത്ഥം, സുന്നത്ത് നോമ്പിലൊക്കെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, ഖാല അല്ലാഹു അസ്സ വജല്ല കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വ അന അജ്സീ ബി. അല്ലാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അവന് തന്നെയാണ്, നോമ്പ് ഒഴികെ. തീർച്ചയായും അത് എനിക്കുള്ളതാണ്. അല്ലാഹു പറയാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്. അപ്പോൾ നോമ്പിന് മാത്രം ഇത്രമാത്രം പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കപ്പെടാൻ കാരണം എന്താണെന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് വിവരിക്കുന്നുണ്ട്. അതിലൊന്ന്, മറ്റ് കർമ്മങ്ങളൊക്കെ ജനങ്ങൾക്ക് കാണാനാവും, നോമ്പ് മറ്റവർക്ക് കാണാൻ കഴിയില്ല. ഒരാൾ നോമ്പ് പിടിക്കാതെ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിനും തൻ്റെ അടിമക്കും ഇടയിലുള്ള ഒരു രഹസ്യ ഇടപാടാണ് നോമ്പ് എന്നത്. നോമ്പിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹദീസിൽ പറഞ്ഞത് യദഉ ശഹ്വത്തഹു മിൻ അജ്ലി, അവൻ തൻ്റെ ഇച്ഛകളെയും വികാരങ്ങളെയും എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്നതാണ് കാരണം. രണ്ടാമതായി അള്ളാഹു പറയുന്നത് അന അജ്സീ ബിഹി, ഞാൻ ആണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതായത് ഓരോ സൽക്കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്, ആ കർമ്മങ്ങളുടെ തോതനുസരിച്ച്. പക്ഷെ നോമ്പ് അങ്ങനെയല്ല, അതിൽ യാതൊരു കയ്യും കണക്കുമില്ലാതെയാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നത്. നോമ്പ് ക്ഷമയിൽ അധിഷ്ഠിതമായ ഒരു ഇബാദത്താണ്. റമദാൻ മാസത്തെ ഷഹ്റുസ് സബ്ർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ക്ഷമയുടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലർക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് നൽകപ്പെടുക. നോമ്പിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ എന്നാണ്, മറ്റൊരു വിഭാഗത്തിനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹു എന്ന് പറയേണ്ട കാരണം.
അപ്പോൾ നോമ്പ് സമയത്ത് ഒരാൾ ഭക്ഷണമോ പാനീയമോ മറ്റ് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തത് തൻ്റെ റബ്ബ് തന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധമാണല്ലോ. ഈ നിഷ്കളങ്കമായ ഈ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അള്ളാഹു ഈ കർമ്മത്തിന് ഇത്രയധികം മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. യദഉ ശഹ്വത്തഹു വതആമഹു മിൻ അജ്ലി, അവൻ എനിക്ക് വേണ്ടി മാത്രമാണ് തൻ്റെ ഭക്ഷണവും മറ്റ് വികാരങ്ങളുമൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ ഈ പ്രത്യേക പ്രതിഫലത്തെക്കുറിച്ച് സുഫിയാൻ ഇബ്നു ഉയൈന പറയുകയാണ്, അന്ത്യനാളിൽ ഒരാളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് അവൻ്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ അതിൽ നിന്നൊക്കെ എടുത്തു കൊടുത്ത് തീർന്നു പോയാൽ പിന്നെ ബാക്കിയുള്ളത് നോമ്പായിരിക്കും. അപ്പോൾ അള്ളാഹു അവൻ്റെ കൊടുത്തു വീട്ടാനുള്ളതൊക്കെ ഏറ്റെടുക്കുകയും അങ്ങനെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നോമ്പുകാർക്ക് മാത്രമായിട്ട് സ്വർഗത്തിൻ്റെ ഒരു കവാടം സംവരണം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂൻ യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹും ഫഇദാ ദഖലൂ ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദ്. സ്വർഗത്തിൽ ഒരു പ്രത്യേക ഒരു കവാടം റയ്യാൻ എന്ന പേരിൽ, അതിൽ നോമ്പുകാർ മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ. നോമ്പുകാരില്ലാത്ത ഒരാളും തന്നെ ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. അങ്ങനെ അവർ നോമ്പുകാരൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കവാടം കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും. അതേസമയം കേവലം പട്ടിണി കിടന്നുകൊണ്ട് തൻ്റെ നാവിനെയും അതേപോലെ കണ്ണിനെയും കാതിനെയും നിയന്ത്രിക്കാതെ നോമനുഷ്ഠിച്ചവർക്ക് ഈ പറഞ്ഞ പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല എന്നുകൂടി മുസാസലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹദീസിൽ മുസാദരം പറഞ്ഞത് കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ വല്ലമ. എത്ര നോമ്പുകാരാണ് വെറും വിശപ്പും ദാഹവും സഹിച്ചു എന്നതല്ലാതെ മറ്റൊരു ഫലവും ലഭിക്കാത്തവർ. അതേപോലെ വകമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര രാത്രി നിസ്കാരക്കാരാണ് വെറുതെ ഉറക്കം വച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഫലവും ലഭിക്കാത്തവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കും സ്വർഗമാകുന്ന പ്രതിഫലവും മാത്രം മോഹിച്ച് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചെയ്യുന്ന നോമ്പും നിസ്കാരവും മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിശുദ്ധ റമദാനിൽ നാം നോമ്പും അതുപോലെ രാത്രി നമസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.